കഴിഞ്ഞ തവണ നേമത്ത് ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ പൂട്ടിക്കലിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കോൺഗ്രസിന്റെ കെ മുരളീധരനാണ് എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് വട്ടിയൂർക്കാവിലും നേമത്തും ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയാൻ രണ്ടുപേരും തമ്മിൽ ധാരണ ഉണ്ടാക്കിയതെന്ന് വെളിപ്പെടുത്തിയത് കെ മുരളീധരനാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച ചർച്ച നടന്നിട്ടുണ്ട്. M.E. ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഞങ്ങൾ ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചതെന്ന്. അപ്പൊ ഇത് രഹസ്യമായ കാര്യമൊന്നുമല്ലല്ലോ. ഇത് അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത്. കേരളത്തിൽ ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ നിങ്ങൾക്ക് മെറിറ്റോറിയസ് ആയി തടയാൻ സാധിക്കാത്തത് കൊണ്ട് അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ, അതാ ഞാൻ ചോദിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ. ബി.ജെ.പി എവിടെയും ജയിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് തെരഞ്ഞെടുപ്പ്? അവർ തമ്മിൽ വീതം വെച്ചെടുത്താൽ പോരെ. അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ്? അതേ സമയത്താണ് സ്വന്തം പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് സീതാറാം യെച്ചൂരിയോട് ചോദിച്ചപ്പോൾ ഞാൻ ജ്യോതിഷല്ല എന്നാണ് പറഞ്ഞത്. അപ്പോ യെച്ചൂരിക്ക് അറിയാത്ത എന്ത് കണക്കാണ് പിണറായി വിജയൻ അറിയുന്നത്? ജനങ്ങളോട് പറഞ്ഞാൽ മതി. പറയട്ടെ, എന്താണ് ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയാൻ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ഡീൽ? പറയട്ടെ. അതിലെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയാവുന്ന വർത്തമാനമാണ്. അപ്പൊ ഇത് തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്ന് പകല് പോലെ വ്യക്തമാണ്. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഞങ്ങൾക്ക് ജനങ്ങളോടാണല്ലോ ഞങ്ങൾ സംവദിക്കുന്നത്. കാര്യം ജനങ്ങൾക്ക് ഈ രാജ്യത്തൊരു മാറ്റം വരണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ രാഷ്ട്രീയം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രകടന പത്രിക ഒന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, 3 പ്രകടന പത്രികകളിലും നിരന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പോരെ എന്താണ് ബി.ജെ.പി മുൻപോട്ടേക്ക് വെക്കുന്ന നയങ്ങളെന്നറിയാൻ. ഞങ്ങള് വാഗ്ദാനം കൊടുത്ത് ഭരണം പിടിക്കാൻ നടക്കുന്നവരല്ല. കഴിഞ്ഞ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ 2014 അധികാരത്തിലെത്തി 2024 വരെ രാജ്യത്തുണ്ടായ മാറ്റങ്ങളെ പറ്റി ജനങ്ങളുടെ കൺമുമ്പിലുണ്ട്. അല്ലെ, ഇവിടെ മുഖ്യമന്ത്രി അതിവേഗ റെയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കേരളത്തിൽ പദ്ധതി ഇട്ടില്ലേ? എന്താകുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് കേരളത്തിൽ അതിവേഗ റെയിൽ പദ്ധതി കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിരുന്നുവെങ്കിൽ? സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കണക്ക് കൂട്ടലനുസരിച്ച് 2035 പൂർത്തിയാകുമെന്നാണ് പറയുന്നത്. കേരളത്തിൽ ഏത് പദ്ധതിയാ പറഞ്ഞ സമയത്ത് പൂർത്തിയായിട്ടുള്ളത്? അതാ ഞാൻ പറഞ്ഞത്. ആലപ്പുഴയിലെ ഒരു ബൈപ്പാസിന് തറക്കല്ലിട്ടത് T.K. ദിവാകരനാണ്, അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി. അത് പൂർത്തീകരിച്ചത് മോദി സർക്കാരാ. മാഹി ബൈപ്പാസ് 49 വർഷം, 1/2 നൂറ്റാണ്ട് കാലമാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അനാഥമായി കിടന്നത്. ഇവരുടെ വാക്ക് നമ്മൾ വിശ്വസിക്കണം. 2035 കേരളയിൽ വരുമായിരുന്നോ? നോക്കൂ നിങ്ങൾ, നരേന്ദ്രമോദി പറഞ്ഞ് 24ാമത്തെ മണിക്കൂറിൽ വന്ദേ ഭാരത് കേരളത്തിൽ കൂടി ഓടിയില്ലേ? ആരെയും ഇറക്കി വിട്ടില്ലല്ലോ, ആരുടെയും വീട്ടിൽ മഞ്ഞ കുറ്റിയടിച്ചില്ലല്ലോ, ഒരു ഭൂമിയും ഏറ്റെടുത്തില്ലല്ലോ, ലക്ഷക്കണക്കിന് രൂപ ബാധ്യത ഉണ്ടായില്ലല്ലോ, ഒരു നീർച്ചാലും നികത്തിയില്ലല്ലോ, കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകൾ മുഴുവൻ ഇടിച്ചു നിരത്തിയില്ലല്ലോ. കേരളയില് നടപ്പാകുമായിരുന്നു എങ്കിൽ എന്തായിരുന്നു കേരളത്തിന്റെ ഭാവി എന്ന് നാം ഇന്ന് ചിന്തിച്ചു നോക്ക്. വന്ദേ ഭാരത് ഇന്ന് 140 കിലോമീറ്റർ വേഗത്തിലോടും. അതിന്റെ വളവ് നിവർത്തിയാൽ അത് 160 കിലോമീറ്റർ വരെ ആകുമെന്ന് എല്ലാ എക്സ്പേർട്സും പറയുന്നു. നമ്മുടെ റെയിൽ ലൈനുകളുടെ വളവ് നിവർത്തിയാൽ കേരളയിൽ വന്നിരുന്ന എത്ര കിലോമീറ്റർ ഓടും? അത് 160 കിലോമീറ്റർ ആണ് അവര് വാഗ്ദാനം ചെയ്യുന്ന സ്പീഡ്. എപ്പോഴാണ്? 2035. അപ്പോഴേക്കും ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ വന്നു കഴിയും. അടുത്ത സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളവും ആ ബുള്ളറ്റ് ട്രെയിൻ ലൈനിൽ ഉൾപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞതൊന്നും കപട വാഗ്ദാനങ്ങളല്ലല്ലോ. നരേന്ദ്രമോദി പറഞ്ഞ ഏത് പദ്ധതിയാണ് നടപ്പാകാതിരുന്നിട്ടുള്ളത്? അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 65 വർഷമായി വ്യാജ വാഗ്ദാനം കൊടുക്കുന്ന ഇടതുമുന്നണി വേണോ വലതുമുന്നണി വേണോ, അതോ പറഞ്ഞ കാര്യം നിറവേറ്റിയ ബി.ജെ.പി വേണോ? ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെയുള്ള ഏക ചോയ്സ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമാണ്. ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം. കാരണം കഴിഞ്ഞ 10 വർഷമായി അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിക്കെതിരെ പറയുന്നതല്ലാതെ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞ 10 വർഷങ്ങളാണ്. സ്വാഭാവികമായും അതിന്റെ ഒരു ഗുണം ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് കിട്ടും.